വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഓരോ ടീസ്പൂൺ വീതം കടുകും ഉലുവയും ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടുന്നത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കാന്താരി മുളകിന് പകരം നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1/2 കിലോ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് കായം പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡിയാണ്.